ഇത് പൊതുജനങ്ങൾക്ക് പെട്രോൾ പമ്പുകളിൽ ടോയ്ലറ്റ് സൗകര്യം കൊടുക്കുന്നതിന് പെട്രോൾ പമ്പ് ഉടമസ്ഥർക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല. പക്ഷെ ഇവിടെ വരുന്നത് സാങ്കേതികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ്. കാരണം ഒരു ടോയ്ലറ്റ് സംവിധാനം ഒരുക്കണമെങ്കിൽ ജലം നമ്മുടെ നാട്ടിൽ വളരെയേറെ ദൗർബല്യമുള്ള ഒരു നാടാണ്. അവിടെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ വെള്ളത്തിന്റെ ദൗർബല്യം കാരണം ഇത് മെയിൻറ്റെയിൻ ചെയ്യുവാൻ പെട്രോൾ പമ്പ് ഉടമസ്ഥർ വളരെയേറെ ബുദ്ധിമുട്ടുന്ന ഒരു കാലഘട്ടമാണ്. അതുമല്ല, ഈ മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു നിയമമല്ല പെട്രോൾ പമ്പുകളിൽ ടോയ്ലറ്റ് സംവിധാനം കൊടുക്കണമെന്നുള്ളത്. ഇത് നമ്മളുടെ പൊതുജനങ്ങളോടുള്ള ഒരു സമീപനത്തിന്റെ ഭാഗമായിട്ടാണ്. NHന്റെ ഭാഗമായിട്ട് നാഷണൽ ഹൈവേയുടെ മുന്നിലുള്ള പെട്രോൾ പമ്പുകളിൽ മാത്രമാണ് മോർത്തിന്റെ നിർദ്ദേശാനുസരണം ലൈസൻസിന് അപേക്ഷിക്കുമ്പോൾ അവിടെ ശൗചാലയത്തിന്റെ സൗകര്യം കൊടുക്കണമെന്നുള്ള ഒരു നിർദ്ദേശമുള്ളത്. അതുപോലും സ്റ്റാറ്റ്യൂട്ടറി നിയമമാണ്, അല്ലാതെ മാൻഡേറ്ററി അല്ല. അത് നമ്മളുടെ ഒരു നിയമത്തിൽപ്പെടുത്തുന്ന കാര്യമല്ല. ഇത് പലരും മിസ്യൂസ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ് പല പെട്രോൾ പമ്പുകളിലും ഇത് പൂർണ്ണമായിട്ടും തുറന്നു കൊടുക്കുവാനുള്ള സാഹചര്യം ഒരുങ്ങാത്തത്. അത് പലരും മിസ്യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് യഥാർത്ഥ കാരണം. മിക്കവാറും പമ്പുകളെല്ലാം തന്നെ ഇത് ശൗചാലയം തുറന്നു കൊടുക്കുന്നുണ്ട്. വളരെ അപൂർവം ചില പെട്രോൾ പമ്പുകൾ മാത്രമാണ് ഇത് അടച്ചിടുന്നത്. അതിന്റെ തന്നെ പ്രധാനപ്പെട്ട കാരണം പല പ്രദേശങ്ങളിലും അതിന്റെ ഭൂപ്രകൃതി അനുസരിച്ചിട്ട് പല പ്രദേശങ്ങളിലും വെള്ളത്തിന്റെ ദൗർബല്യമാണ്. ഇത് ശുചീകരിച്ച് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്റെ ഒരു ബുദ്ധിമുട്ടാണ് ശരിക്കും പറഞ്ഞാൽ പെട്രോളിയം ഉടമസ്ഥ ഡീലേഴ്സിന്റെ ഭാഗത്ത് നിന്ന് അനുഭവിക്കുന്നത്. അത് തന്നെയാണ് പ്രധാനമായിട്ടും ഈ സൗകര്യം കൊടുക്കുന്നതിൽ നിന്ന് പല പെട്രോൾ പമ്പ് DMമാരും പിന്നോട്ട് പോകുന്നത്. ഇനിയിപ്പോൾ കൂടുതൽ നടപടികളുമായി മുന്നോട്ട് എന്തായാലും സർക്കാർ ഇതിൽ കൂടുതൽ വാദങ്ങളൊക്കെ ഇനിയും നടക്കുകയില്ല. വരും ദിവസങ്ങളിലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വാദങ്ങളൊക്കെ നടക്കാൻ പോവുകയാണ്. ഈ ഒരു ആവശ്യത്തിൽ ഉറച്ചു നിൽക്കാൻ തന്നെയാണോ ഈ പെട്രോൾ ഉടമകളുടെ തീരുമാനം? അതുപോലെ തന്നെ നമുക്കറിയാം, ഈ ദീർഘദൂര യാത്രക്കാരടക്കം വലിയ രീതിയിൽ ആശ്രയിക്കുന്നതാണ് ഈ പെട്രോൾ പമ്പുകളിലെ ശൗചാലയങ്ങളിലൊക്കെ. അപ്പോൾ ഈ ഹൈവേയിലൊക്കെ കയറുന്ന സമയത്ത് ഒരുപക്ഷെ ഒരു പൊതു ശൗചാലയം കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കുമല്ലോ. അല്ല, തീർച്ചയായിട്ടും നമ്മളുടെ പെട്രോൾ പമ്പ് ഡീലർമാരുടെ ഭാഗത്ത് നിന്ന് കർശനമായ നടപടികളുമായി മുന്നോട്ട് പോകുക എന്നുള്ള ഉദ്ദേശമില്ല. പക്ഷേ പലപ്പോഴും ഇത് നമ്മൾ നിർബന്ധിതരാകുകയാണ്. കാരണം ഇപ്പോൾ തന്നെ ഉണ്ടായിട്ടുള്ള നഷ്ടപരിഹാരവുമായിട്ടുള്ള ഒരു കേസ് കൊടുത്തതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു കേസ് ഹൈക്കോടതിയിലേക്ക് വന്നത്. അല്ലാതെ ഡീലർമാരായിട്ട് ആദ്യമായി ചെന്ന് കേസ് ഫയൽ ചെയ്തതല്ല. അപ്പോൾ നമുക്ക് അനാവശ്യമായിട്ട് കിട്ടേണ്ട ഒരു സൗകര്യം വേണമെന്നും പറഞ്ഞിട്ട് നമ്മൾ കോടതിയിലേക്ക് ഒരു കസ്റ്റമർ ചെന്നപ്പോഴാണ്, അതും ആ പെട്രോൾ പമ്പിൽ എണ്ണയടിക്കാൻ പോയ കസ്റ്റമർ അല്ല, വലിയ യാത്ര പോയതാണ്. ഓക്കെ, അത് നമുക്ക് അംഗീകരിക്കാം. ദീർഘദൂര യാത്ര ചെയ്തു വരുന്നവർക്ക് ഏറ്റവും സൗകര്യപ്രദമായിട്ട് കയറി ഉപയോഗിക്കാൻ പറ്റുന്നത് പെട്രോൾ പമ്പുകൾ മാത്രമായിരിക്കും. അത് ഒരു പമ്പിൽ ഇല്ലെങ്കിൽ തൊട്ടടുത്ത പമ്പിൽ എന്തായാലും ഈ സൗകര്യം നമുക്ക് കിട്ടുന്നുണ്ട്. കാരണം ചില സാങ്കേതികമായിട്ടുള്ള തടസ്സങ്ങൾ കൊണ്ട് മാത്രമായിരിക്കും ചില പമ്പുകളിൽ ടോയ്ലറ്റുകൾ താൽക്കാലികമായിട്ട് അടച്ചിടുന്നത്. മാത്രമല്ല, ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്, ചില പമ്പുകളിൽ ഈ കസ്റ്റമർ അല്ലെന്നുണ്ടെങ്കിൽ പൊതുജനങ്ങൾ വഴിയാത്രക്കാരായിട്ടുള്ളവർ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഇത് വൃത്തിഹീനമായിട്ടിടുമ്പോൾ അത് സമയബന്ധിതമായി പൂർത്തീകരിക്കുക, അത് ക്ലീൻ ചെയ്യാതെ പറ്റാത്ത അവസരത്തിൽ അടുത്ത് വരുന്ന കസ്റ്റമർ അല്ലെങ്കിൽ അടുത്ത് വരുന്ന ഒരു കാൽനടക്കാരനോ വണ്ടിയിൽ വരുന്നവരോ വലിയ പരാതികൾ ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ വെള്ളമില്ലാത്ത ഭാഗങ്ങളിൽ നമുക്കിത് ശുചീകരിച്ചു കൊണ്ടുപോകുന്നതിന്റെ ഒരു ബുദ്ധിമുട്ടാണ് ഇതിനകത്തുള്ളത്. യാത്രക്കാർക്കുള്ള അസൗകര്യം മാനിക്കുന്നു, അവരെ ബുദ്ധിമുട്ടിക്കണമെന്ന് യാതൊരുവിധ ഉദ്ദേശവും ഡീലർമാരുടെ ഭാഗത്ത് നിന്ന് ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഒരു കേസുമായിട്ട് നമ്മുടെ സമൂഹത്തിൽ നിന്നൊരു വ്യക്തി കേസുമായി മുന്നോട്ട് പോയപ്പോൾ മാത്രമാണ് ഡീലർമാരുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു നീക്കം ഉണ്ടായിട്ടുള്ളത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.